ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 7-ാം അധ്യായം നാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ ശമൂവേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവം തൻ്റെ ദാസന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നത് നാം കാണുകയുണ്ടായി. എന്നാൽ ഉത്തരം നൽകേണ്ടതിന് അവർ പാലിക്കേണ്ടുന്ന ചില നിബന്ധനകൾ ദൈവമുൻപാകെ ഉണ്ടായിരുന്നു. അതിലൊന്ന്, അവരുടെ ജീവിതത്തിൽ അശുദ്ധി വന്നിട്ടുണ്ടായിരുന്നു. അത് സമ്മതിക്കുകയും അത് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ മുൻപാകെ വരികയും വേണമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിച്ച് ദൈവത്തെ സേവിക്കുവാൻ തീരുമാനം വീണ്ടും എടുത്തപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുകയും ശത്രുക്കളിൽ നിന്ന് അവർക്ക് സ്വസ്ഥത നൽകുകയും ചെയ്തത് നാം ഓർക്കുകയുണ്ടായി. ആത്മീയ പാഠം നാം നിരവധിയായി ഇതിൽ നിന്ന് ചിന്തിച്ചതായതുകൊണ്ട് പുതിയ ചിന്തകളിലേക്ക് കടക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 74-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർന്ന് ശമൂവേൽ എന്ന ന്യായാധിപനെ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ കണ്ടെത്തുവാൻ കഴിയുന്ന ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. 1-ാമത്തെ വിഷയം നമുക്ക് 3-ാം വാക്യത്തിലാണ് കാണുവാൻ കഴിയുക. 7-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്യുന്ന ന്യായാധിപനായ ശമൂവേലിനെയാണ്. നോക്കുക, അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിങ്കലേക്ക് തിരിയുന്നുവെങ്കിൽ, തുടർന്ന് പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് സമയപരിധിയിൽ ഞാനിങ്ങനെ പറയട്ടെ. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ അവൻ ഇസ്രായേൽ ജനത്തെ പ്രബോധിപ്പിക്കുന്നവനായിരുന്നു. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. തന്നെയുമല്ല, കർത്താവിൻ്റെ ദാസന്മാർക്ക്, ദൈവസഭയുടെ പരിപാലകന്മാർക്ക് ദൈവം തന്നിട്ടുള്ള വലിയ ശുശ്രൂഷകളിലൊന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക. ദൈവത്തിങ്കലേക്ക് ജനം തിരിയേണ്ടതിന് അവരെ ആഹ്വാനം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. ജനം എത്രമാത്രം തെറ്റ് ചെയ്താലും, ലോകത്തിലുള്ള അനേകർ ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞാലും നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. അത് മറ്റൊന്നല്ല, കർത്താവിങ്കലേക്ക് തിരിയാനായി മനസ്സു മടുക്കാതെ, തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരികെ വിളിക്കുക. ഈ കാര്യം നമുക്ക് ശമൂവേലിൻ്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നുവെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്രായേൽ ജനത്തിന് നിരവധി പാപങ്ങളുണ്ടായിരുന്നു. തൻ്റെ മക്കൾ തന്നെ പലപ്പോഴും വലിയ തെറ്റുകൾ ചെയ്യുന്ന നാം കാണുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിങ്കലേക്ക് നിങ്ങൾ തിരിയണം എന്ന ആഹ്വാനം നൽകുന്ന ഒരു ന്യായാധിപനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിങ്കലേക്ക് നമുക്ക് ജനത്തെ വിളിക്കാം. ദൈവമക്കളോട് തിരികെ വരുവാനുള്ള ആഹ്വാനം നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിലൂടെയും നമ്മുടെ ശുശ്രൂഷകളിലൂടെയും നൽകുവാൻ നമുക്ക് കഴിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന വിഷയമാണ്. 5-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലുമാണ് 2-ാമത്തെ വിഷയം കിടക്കുന്നത്. ശമൂവേൽ എന്ന ന്യായാധിപൻ തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവനായിരുന്നുവെന്നുള്ളത് കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് സാധിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിപ്പാനുള്ള ഭാരം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണ് എന്നുള്ളതും നമുക്ക് ശമൂവേലിൻ്റെ വാക്കുകളിലൂടെ ദർശിക്കുവാൻ കഴിയുന്ന വിഷയമാണ്.
പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു കൊള്ളാം എന്നുള്ളത് ഭംഗി വാക്കായിട്ട് മാറുമ്പോൾ, ഒരു ഔപചാരിക പദമായി മാറുമ്പോൾ അത് ദൈവം അംഗീകരിക്കുന്നില്ല. മറിച്ച് യഥാർത്ഥമായി മറ്റുള്ളവരെ ഓർത്ത് ഭാരത്തോടുകൂടെ പ്രാർത്ഥിപ്പാൻ ദൈവകൃപയിൽ നാം ശരണപ്പെടേണ്ടുന്ന ആവശ്യമുണ്ട്. ഇവിടെ ഇതാ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ശമൂവേലിനെ കാണുവാനായിട്ട് കഴിയുകയാണ്. ഈ കാലങ്ങളിൽ ദൈവസഭകൾക്ക് വേണ്ടി കരയുവാൻ, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ദൈവം മുൻപാകെ കരയുന്ന ഹൃദയമുള്ളവരെ കർത്താവ് നോക്കുകയാണ്. അങ്ങ് ആ കൂട്ടത്തിൽ ഉണ്ടാകുമോ? അങ്ങക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള പ്രത്യേകമായ ഭാരം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് വളരെ ചിന്തയോടെ നാം ഓർക്കേണ്ടുന്ന വിഷയമാണ്. പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിന് ചിന്തിക്കാൻ കഴിയാത്ത വിഷയമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ വിഷയം കാണുവാൻ കഴിയുകയാണ്. അതെന്താ? ദൈവം ചെയ്ത നന്മയുടെ ഓർമ്മയെ തൻ്റെ ജനത്തിൻ്റെ മധ്യേ പ്രസിദ്ധമാക്കുന്നവനായി നമുക്ക് ശമൂവേലിനെ കാണുവാൻ കഴിയുന്നു. ശ്രദ്ധിച്ചു നോക്കുക, 12-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചുവെന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. ദൈവം ചെയ്ത നന്മകളെ ദൈവജനത്തിൻ്റെ മധ്യേ പ്രസ്താവിക്കുന്ന, അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ജനനായകനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ഒരുപക്ഷെ നമ്മോടൊപ്പം നിൽക്കുന്ന പലരും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച പലതും മറന്നുപോയെന്ന് വരാം. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഒരിക്കലും അത് മറക്കുവാൻ പാടില്ല എന്ന് മാത്രമല്ല, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ജനത്തിൻ്റെ മധ്യത്തിൽ നാം പ്രസിദ്ധമാക്കുന്നവരായിത്തീരണം. അത് കർത്താവ് ആഗ്രഹിക്കുന്ന വിഷയമാണ്. സങ്കീർത്തനത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവിടുത്തേക്ക് എന്ത് പകരം നൽകും എന്ന് പറഞ്ഞ് രക്ഷയുടെ പാനപാത്രമെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനക്കാരനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ പ്രസിദ്ധമാക്കുവാൻ കഴിയട്ടെ. 6-ാം വാക്യത്തിലും 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും വരുമ്പോൾ നാലാമത്തെ കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്: ഇസ്രയേലിന് വിശ്വസ്തയോടെ അവൻ ന്യായപാലനം ചെയ്തു എന്നുള്ളതാണ്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നിവർത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നെങ്കിൽ മാത്രമേ വിജയപ്രദമായ ജീവിതം നയിച്ചുവെന്ന് അവകാശപ്പെടുവാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന അനേക ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷകൾ എങ്ങനെയെങ്കിലും ചെയ്തു തീർക്കുക എന്നുള്ളതല്ല, നമ്മുടെ ആലോചനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ല, ജനം പറയുന്നത് പോലെ മനുഷ്യനെ പ്രസാദിപ്പിച്ച് ചെയ്യുക എന്നുള്ളതുമല്ല, മറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ വിശ്വസ്തയോടെ ന്യായപാലനം ചെയ്ത ഒരു മനുഷ്യനെ കാണിച്ചുകൊണ്ട് ദൈവം നമ്മോട് പറയുകയാ, നമ്മുടെ ശുശ്രൂഷകൾ വിശ്വസ്തയോടെ ഉള്ളതായിരിക്കണം. 5-ാമതായിട്ട് 9-ാം വാക്യത്തിൻ്റെയും 17-ാം വാക്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ യാഗപീഠം പണിയുന്ന ഒരു ന്യായാധിപനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവസന്നിധിയിലേക്ക് ജനത്തെ കൊണ്ടുവരുന്ന ഒരു മനുഷ്യനെ നമുക്ക് ഈ യാഗപീഠത്തിൻ്റെ അടുക്കൽ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ യാഗപീഠങ്ങൾ പണിയുന്നവരായി നമുക്ക് തീരാം. പ്രിയപ്പെട്ടവരെ, എത്ര അനുഗ്രഹീതമായ ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നോർത്ത് കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ ഈ ലോകത്തിൽ ചെയ്തു തീർപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. അങ്ങനെയുള്ളവരെ ആദരിക്കുന്ന ഒരു വലിയ ദിവസം നമ്മുടെ മുൻപിലുണ്ട്. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ, ഒരു ദൈവദാസൻ്റെ പ്രത്യാശയെന്ന് പറയുന്നത്. ഈ ഭൂമിയിലെ വൈതരണികൾ കടന്ന് അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് ഒരുക്കുന്ന നാട്ടിൽ നിന്നുകൊണ്ട് നാം ഭൂമിയിൽ ചെയ്തതിൻ്റെ പ്രതിഫലങ്ങൾ പ്രാപിക്കുന്ന ആ നല്ല ദിവസത്തെ നമുക്ക് മുൻപിൽ കണ്ടുകൊണ്ട് തളർന്നു പോകാതെ വിശ്വസ്തയോടെ കർത്താവിനായി നിൽക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.